ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ ഏറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുണ്ണികളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57-ാം വാക്യമാണ്. അതിലെ തന്നെ ഒരു ദർശനത്തെ എടുത്തുകൊണ്ടുള്ള ഒരു ധ്യാനമാണ്. വചനം ഇങ്ങനെയാണ്: എലിസബത്തിന് പ്രസവ സമയമായി, അവളൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽവക്കക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, മക്കളില്ലാതിരുന്ന എലിസബത്തിന് ഒരു ഉണ്ണി ജനിച്ചു എന്ന് കേട്ടപ്പോൾ അയൽവക്കക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു എന്ന വചനം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും നിർണ്ണയിക്കുന്ന ഘടകം എന്താണ്? എപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുക? എപ്പോഴാണ് നമുക്ക് ദുഃഖങ്ങളുണ്ടാകുക? ഓരോരുത്തർക്കും സന്തോഷങ്ങളുണ്ടാകുന്ന മേഖലകൾ വ്യത്യസ്തമാണ്, ദുഃഖങ്ങളുണ്ടാകുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. എങ്കിലും ഞാനിനി പറയാൻ പോകുന്നൊരു മേഖല ഒരുപക്ഷെ മിക്കവാറും എല്ലാവർക്കും ഏറെ സ്വീകാര്യമാകും എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് പലപ്പോഴും നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് സന്തോഷമുണ്ടാകുന്നത് മറ്റുള്ളവർക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളാണ് ഇന്ന് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. മറ്റുള്ളവർക്കുണ്ടാകുന്ന സന്തോഷങ്ങളാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. പക്ഷെ ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ 1-2 അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. ഞാൻ മുമ്പുണ്ടായിരുന്ന ഇടവകയിൽ ഒരു ദിവസം ഞാനും വല്യച്ഛനും കൂടെ ഭക്ഷണം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ പള്ളിമേടയിലേക്ക് വന്നു. സമയം ഒരു 11-11:15 കാണും രാത്രി. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് വന്നത്. വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ സ്വല്പ നേരം കൂടി ഒന്ന് ഇരിക്കട്ടെ. ഏറെ വിവശനായി വന്നൊരു മനുഷ്യൻ. ഞാൻ പറഞ്ഞിരിക്കൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത്തിരി കുടിക്കാൻ വെള്ളം തരൂ. ഞാൻ വെള്ളം എടുത്തു കൊടുത്തു. ഞാൻ ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ? അദ്ദേഹം പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് 4-5 ദിവസമായി. ഞാൻ പറഞ്ഞു, അയ്യോ, അന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? ആൾ പറഞ്ഞു, വേണ്ട, എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കാതെ ആയിട്ട് 5 ദിവസമായി. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ. ഞാൻ ചോദിച്ചു, എന്തു പറ്റി ഭക്ഷണം കഴിക്കാതിരിക്കാൻ? അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല. ഞാൻ ഇന്നുവരെ മോശമായ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടില്ല. എനിക്ക് 3 പെൺമക്കളാണ്. അവരൊക്കെ നല്ല നിലയിലെത്തിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഇപ്പം ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരായിരുന്ന ചിലർ പറഞ്ഞു, സ്വാഭാവികമായിട്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് 3 മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ച് അവരെ നല്ല ഒരു സ്ത്രീധനമൊക്കെ കൊടുത്ത് കെട്ടിച്ചയക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ പറഞ്ഞു, നമുക്കൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് ആരംഭിച്ചാലോ? അവരോട് ചേർന്ന് ഞാൻ, അച്ഛാ, എൻ്റെ ബാങ്കിലുണ്ടായിരുന്ന പണവും പരിചയക്കാരിൽ നിന്ന് വാങ്ങിയ പണവും എല്ലാം കൊണ്ട് സ്ഥലം വാങ്ങി. ആദ്യത്തെ കച്ചവടമൊക്കെ ലാഭമായിരുന്നു. പിന്നീട് അച്ഛാ, കുറേ സ്ഥലങ്ങൾ വാങ്ങിയിട്ടു. പക്ഷേ സ്ഥലങ്ങളുടെ വില പെട്ടെന്ന് ഇടിഞ്ഞു, മാർക്കറ്റ് ഇല്ലാതെയായി. അച്ഛാ, ഇപ്പോൾ റോളിംഗ് പെട്ടെന്ന് പിഴച്ചു, സ്ഥലത്തിൻ്റെ വില വളരെ ഇടിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അച്ഛാ വലിയ കടം വന്നു. ഇപ്പോൾ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെട്ടുപലിശയ്ക്ക് കൂട്ടുപലിശയ്ക്കൊക്കെ കാശ് കടം വാങ്ങി. പക്ഷേ അച്ഛാ, ഇപ്പോൾ വലിയൊരു തുക കടം വന്നു. കടം വീട്ടാനാകണില്ല, പറ്റണില്ല, വഴികളൊന്നുമില്ല, ആരും ഇനി കടം തരാനില്ല. അച്ഛാ, കടം വാങ്ങിയ ആളുകൾ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് ബഹളമാണ്. മക്കളെ ഇപ്പോൾ സ്കൂളിൽ വിടാറില്ല. ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിലെ വാതിലെല്ലാം പൂട്ടി പുറകിലൂടെ കയറി ഞങ്ങളെല്ലാവരും ബാത്റൂമിൽ ഒളിച്ചിരുന്നാണ് അച്ഛാ രാത്രിയും പകലും ചെലവഴിക്കുന്നത്. ഓരോ ദിവസവും കടം വാങ്ങിയ സ്ഥലത്തെ ആളുകൾ വന്ന് ബഹളം വയ്ക്കും. ഇന്നലെ അച്ഛാ ഒരു കടം വാങ്ങിയ ആൾ വന്നിട്ട് പറഞ്ഞു, ഡാ, നീ വീടിൻ്റെ അകത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഇടിച്ചു കയറാത്തത് ഇനി സ്ത്രീ പീഡനവും ബാലപീഡനവും ആകണ്ടെന്ന് കരുതിയാണ്. നീ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഡാ, നിനക്ക് വാങ്ങിയ കാശ് തരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, നിൻ്റെ കാശ് ആർക്കാ വേണ്ടത്? നിൻ്റെ ആ ഡിഗ്രിക്ക് പഠിക്കുന്ന മൂത്ത മോളെ എനിക്ക് തന്നാൽ മതി. ഞാനൊരാഴ്ച കൊണ്ട് കടമൊക്കെ ശരിപ്പെടുത്തി നിനക്ക് തിരിച്ചു തന്നോളാം.
ഇത് കേട്ടപാടെ മകള് പറഞ്ഞു, അപ്പാ നമുക്കിതിലും ഭേദം മരിക്കുന്നതാ, നമുക്ക് മരിക്കാം അപ്പാ, അല്ലേ ഞങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇവർ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി നശിപ്പിക്കും അപ്പാ, നമുക്ക് മരിക്കാം. ഞാൻ മരിച്ചാലോ എന്ന് ചിന്തിച്ചു. പെട്ടെന്നാണച്ചാ ഞാൻ എൻ്റെ കുഞ്ഞുമോളുടെ മുഖത്തേക്ക് നോക്കിയത്. ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, മാലാഖയുടെ മുഖമുള്ള മോള്. ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ എൻ്റെ കൊച്ചുമക്കൾ ഈ കൊച്ചുനാളിൽ തന്നെ കൊല ചെയ്യപ്പെടുക, മരിക്കുക, ജീവിക്കാതിരിക്കുക എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, വേണ്ട, ജീവൻ ദൈവം തന്നതാണ്, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല, നമുക്ക് മരിക്കണ്ട, നമുക്ക് ജീവിക്കാം, നമ്മുടെ മക്കൾ അവരെ നമ്മൾക്ക് ഒന്നും ചെയ്യണ്ട. പിന്നെ വിചാരിച്ചു ഞാനും ഭാര്യ മരിച്ചാലോ, അപ്പോൾ പിന്നെ എൻ്റെ മക്കൾ അനാഥാലയത്തിൽ ചെല്ലില്ലേ. ഞാൻ വിചാരിച്ചു മരിക്കണില്ലേ. അങ്ങനെ അച്ഛാ ഞാൻ അവിടെ ഞങ്ങൾ 5 പേരും കൈകോർത്ത് പിടിച്ച് എന്നും കരുണയുടെ കൊന്തയും ജപമാലയും ചൊല്ലി സമയം പോക്കുക. ഇന്നലെ എനിക്ക് ഒരു ചിന്ത വന്നു. എനിക്ക് 3 ചേട്ടനനിയന്മാരാണ്, നല്ല നിലയിലാണ് അച്ഛാ. എനിക്ക് 50 ലക്ഷം രൂപയെ കടമുള്ളൂ. ഞാനിപ്പോൾ ഈ താമസിക്കുന്ന വീടിൻ്റെ ആധാരം ഒരു ബാങ്കിലാണ്. നിസ്സാര പൈസയ്ക്ക് വേണ്ടി അവിടെ അറ്റാച്ച്മെൻറ്റിൽ പെട്ട് പിടിച്ചു വച്ചിരിക്കുകയാണ്. ഈ 50 ലക്ഷം രൂപ കൊടുത്താൽ, എനിക്ക് ഈ വീടിൻ്റെ ആധാരം എടുത്താൽ ഇത് ഏകദേശം 2 കോടി രൂപയോളം വരും. ഇത് വിറ്റ് എനിക്ക് കടമൊക്കെ വീട്ടി എവിടെയെങ്കിലും പോയി ജീവിക്കാം. അതിന് 50 ലക്ഷം ആരെങ്കിലും തരണം. എൻ്റെ 3 ചേട്ടന്മാർ, അവരോട് അച്ഛൻ ഒന്ന് പറഞ്ഞ് അവരിൽ നിന്നൊരു 50 ലക്ഷം രൂപ വാങ്ങിത്തരൂ. അവരെന്നോട് ഇത് ചെയ്താൽ അവർ ആധാരം എടുത്തോട്ടെ അച്ഛാ, ഞാൻ തിരിച്ചു കൊടുക്കാം. അച്ഛൻ അതിലൊന്ന് ഞാൻ വിചാരിച്ചു പറഞ്ഞ് ശരിയല്ലേ. വലിയച്ഛനോട് പറഞ്ഞു എന്നോട് ഏറെ പരിചയമൊക്കെ ഉള്ള മൂത്ത സഹോദരൻ്റെ അടുക്കൽ ചെന്ന് സംസാരിക്കാൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പിറ്റേ ദിവസം ചെന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ അനിയൻ ഏറെ ബുദ്ധിമുട്ടിലാണല്ലേ, പാവം. ആൾ പറഞ്ഞു, അവൻ അനുഭവിക്കണം അച്ഛാ, അതൊക്കെ വരണം, ചെറിയ കളിയാണോ അവൻ കളിച്ചത്. ഞാൻ പറഞ്ഞു, ഒരാൾക്ക് കഷ്ടപ്പാട് വരുമ്പോഴല്ലേ നമ്മൾ സഹോദരങ്ങളൊക്കെ സഹായിക്കേണ്ടത്. അതുകൊണ്ട് അവന് ഒരു 50 ലക്ഷം രൂപ നിങ്ങൾ ഒരു 10-15 ലക്ഷം രൂപ വെച്ചിട്ട് ഓരോരുത്തരും വഹിച്ചാൽ അവൻ്റെ കടം വീട്ടി ആ ആധാരം എടുത്ത് ഈ വീട് പണയം വെച്ചാൽ എല്ലാം ശരിയാകത്തില്ലേ. അവനൊന്ന് സഹായിക്കണം. ഇന്നലെ അവൻ മരിക്കേണ്ടതായിരുന്നു, പാവം കുഞ്ഞുമക്കൾ എല്ലാവരും കൂടെ കൂട്ടാത്മഹത്യ ചെയ്തെന്ന് ശവം കാണേണ്ട വന്നേനെ. അവർ തലനാരിക്ക് രക്ഷപ്പെട്ടതാണ്. നമ്മളിപ്പോഴല്ലേ സഹായിക്കേണ്ടത്. എല്ലാ ദിവസവും പള്ളിയിലൊക്കെ വലിയ ആളായി നടക്കുന്ന ഈ മൂത്ത സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു ചില്ലിക്കാശ് ഞാൻ അവന് കൊടുക്കില്ല. അവനെ നിലത്തൊന്നല്ല ജീവിച്ചിരുന്നത്. എൻ്റെ പിള്ളേരൊക്കെ എങ്ങനെയാ എവിടെയൊക്കെ വിട്ടാ പഠിപ്പിച്ചത്. അച്ഛാ ഇപ്പോഴാ എനിക്ക് സന്തോഷം സമാധാനമായത്. അച്ഛാ അവൻ എന്താ ഇന്നലെ ചാവാഞ്ഞെന്ന് എൻ്റെ വിഷം കിട്ടിയില്ലേ, ഞാൻ വിഷം വാങ്ങാൻ കാശ് തരാമെന്ന് പറയച്ചാ, അത് തൂങ്ങണോ, കയറ് വാങ്ങിത്തരണോ, അത് ട്രെയിനിലിടിച്ച് ചാവണോ, ഞാൻ വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലാക്കി തരാം, എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ അതൊന്നുമല്ല, അതൊക്കെ വലിയ ക്രൂരതയല്ലേ, ഒരു 15 ലക്ഷം രൂപ വീതം നിങ്ങൾ ഓരോരുത്തരും. അദ്ദേഹം പറഞ്ഞു, അവൻ ചാവണ അച്ഛാ, അവനൊക്കെ ജീവിച്ചിരുന്ന ഭൂമിക്ക് ഭാരമാണേക്കാൾ നല്ലത്, അവൻ ചത്തോണതാ, 5 ചില്ലിക്കാശ് തരത്തില്ല. ഞാൻ മറ്റൊരു സഹോദരനോട് ചോദിച്ചപ്പോൾ ഇതിന് തത്തുല്യമായ സംസാരം. പ്രിയമുള്ളവരെ, സ്വന്തം കൂടപ്പിറപ്പ്, സ്വന്തം രക്തബന്ധം ഒരു കടബാധിതയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് മരണത്തോട് മല്ലടിക്കുമ്പോൾ, ജീവൻ മരണ പോരാട്ടത്തിലായിരിക്കുമ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ വലിയ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, നമുക്കെന്തു പറ്റി എന്ന് ചിന്തിക്കുക. രക്തബന്ധം എന്ന് പറയണത് ദൈവം തന്നതല്ലേ. എൻ്റെ അപ്പനാരാകണം അമ്മയാരാകണമെന്ന് തീരുമാനിച്ചത് ഞാനല്ലല്ലോ. ജനിക്കുന്നതിന് മുമ്പ് എന്നോട് ദൈവം ചോദിച്ചു, നിനക്ക് ആരെയാണ് അപ്പനായിട്ട് വേണ്ടത്? മാർക്കറ്റിൽ സാധനങ്ങൾ നിരത്തി വെക്കുന്നത് പോലെ അപ്പനെ നിരത്തി നിർത്തിയോ, അമ്മയെ നിരത്തി നിർത്തിയോ, സഹോദരങ്ങളെ നിരത്തി നിർത്തി ചോദിച്ചോ ഇവരാരെ വേണമെന്ന്? നമ്മൾ തിരഞ്ഞെടുത്തതല്ല. രക്തബന്ധം എന്ന് പറയുന്നത് ദൈവം തന്നതാ. എനിക്ക് ചേട്ടനുണ്ടാകണമെന്ന്, അനിയനുണ്ടാകണമെന്ന് ദൈവം നിശ്ചയിച്ചതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ സങ്കടങ്ങൾ നമുക്കെന്തേ സങ്കടമാകണില്ല? നമ്മുടെ മനസ്സിലത് സന്തോഷങ്ങൾ തീർക്കുന്നു. നമുക്കെന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കുക. മുമ്പുണ്ടായിരുന്ന മറ്റൊരു ഇടവകയിലെ ഒരു കാറ്റീസം പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, കാണാൻ ഒരു ഏവറേജ് ആയുള്ളൊരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഒരു ഗൾഫുകാരൻ പള്ളിയിൽ വെച്ച് ആ പെൺകുട്ടിയെ കണ്ടു. അവൾ 1ാം ക്ലാസ്സിലെ കാറ്റീസം ടീച്ചറാണ്. കുഞ്ഞുമക്കളെയൊക്കെ കക്കൂസിക്ക് കൊണ്ടുപോകാൻ, ടോയ്ലറ്റിൽ കൊണ്ടുപോകാനൊക്കെ ഈ കുട്ടി കാണിക്കുന്ന താല്പര്യം, ഇവരെ അടക്കി ഒതുക്കിയിരുത്തുന്നത്, ഇവരോട് കാണിക്കുന്ന സ്നേഹമൊക്കെ
കല്യാണം ആലോചിച്ച് പെണ്ണ് കണ്ടുപിടുത്താനാകാതെ വിവാഹം ശരിയാകാതെ നിൽക്കുന്ന ഒരു ഗൾഫുകാരൻ പയ്യൻ കണ്ടു ഈ പെൺകുട്ടിയെ. അവൻ വിചാരിച്ചു, ദൈവമേ, ഈ മോളെ എനിക്ക് ദൈവം എൻ്റെ മക്കളുടെ അമ്മയായി തരുമോ? അവൾ ഈ കുർബാന കഴിഞ്ഞ് കാറ്റീസം കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ പുറകെ പോയി. ആ വീട്ടിൽ ചെന്ന് നേരിട്ട് ചോദിച്ചു, ഈ വീട്ടിലെ ഈ മോളെ എനിക്ക് തരുമോ? അദ്ദേഹം പറഞ്ഞു, മൂത്ത 2 കെട്ടിച്ചതിൻ്റെ കടം അറിയിട്ടില്ല, 2 കൊല്ലം കഴിയാതെ കല്യാണമില്ല, കാശില്ലാത്തത് കൊണ്ട് തന്നെ. ആ പയ്യൻ പറഞ്ഞു, എനിക്ക് പണമല്ല, എനിക്കൊരു ഭാര്യയെയും എൻ്റെ തുണയാണ്, കാശാവോളം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ മോള് വിവാഹം കഴിക്കുന്ന മോൾക്ക് വേണ്ടി ഞാൻ 50 പവൻ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ അവൾക്ക് തരാം. കല്യാണ ചെലവുകൾക്ക് ഞാൻ ഒരു 5 ലക്ഷം രൂപ തരാം, എനിക്ക് അവളെ തരൂ. ഈ മനുഷ്യൻ പെട്ടെന്ന് സമ്മതിച്ചു. കാരണം തൻ്റെ മകൾക്കൊരു വലിയ ദൈവം. അങ്ങനെ ഈ വിവാഹം നടക്കാൻ പോവാണ്. ഈ പയ്യൻ നല്ലൊരു പയ്യൻ. ഒരു ദിവസം ഞാൻ പള്ളിയിലിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ അപ്പൻ്റെ അനിയൻ, ഞങ്ങൾ ഇളയപ്പൻ എന്ന് പറയും, അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, നാട്ടിൽ നടക്കുന്ന ഓരോ പുകിലുകൾ അച്ഛൻ കേൾക്കണില്ലേ? ഞാൻ ചോദിച്ചു, എന്താണ്? ആൾ പറഞ്ഞു, അച്ഛാ, അപ്പോൾ അച്ഛൻ ഇത് അറിഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു, എന്താ? ആൾ പറഞ്ഞു, ചേട്ടൻ്റെ മോളേനെ ഒരു പൊട്ടനായ ഗൾഫുകാരൻ ബുദ്ധിയും ബോധവും ഇല്ലാണ്ട് സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാശ് കൊടുത്ത് കെട്ടിക്കൊണ്ടുപോകണമെന്ന്. അച്ഛൻ ഇങ്ങനെ വല്ലതും കെട്ടിയിട്ടുണ്ടോ? ഞാൻ ആലോചിക്കുകയാണ്, ആ പയ്യൻ ഒരു പൊട്ടക്കണ്ണനാണോ എന്ന്. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ല എ ക്ലാസ് പെൺകുട്ടീനെ ഞാൻ കാണിച്ചു കൊടുത്തേനെ. ഇളയപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പൻ മരിച്ചാൽ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്യേണ്ട ഒരു മനുഷ്യൻ. സ്വന്തം ചേട്ടൻ്റെ മകൾ ഒരു നല്ല കുടുംബത്തിലേക്ക് പോകുന്നു എന്ന് കേട്ട നിമിഷം മുതൽ ആ മനുഷ്യന് ഉറക്കമില്ല. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത്, ഇന്ന് മറ്റുള്ളവരുടെ സന്തോഷങ്ങളൊന്നും നമ്മുടെ സന്തോഷങ്ങളാവണില്ല, മറ്റുള്ളവരുടെ ദുഃഖങ്ങളൊന്നും നമ്മുടെ ദുഃഖങ്ങളാവണില്ല. മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ നമ്മുടെ ദുഃഖങ്ങൾ, മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ നമ്മുടെ സന്തോഷങ്ങൾ. നമുക്ക് എന്തു പറ്റി എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ കൂടപ്പറപ്പുകൾ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് ചേട്ടനും അനിയനും ഒരു പായിയിൽ അനിയന് തണുത്താലോ എന്ന് കരുതി നമുക്ക് പുതപ്പില്ലേലും അവനെ പുതപ്പിച്ച് കിടത്തിയവരല്ലേ? പ്രിയമുള്ളവരെ, ഭക്ഷണം നമുക്ക് കഴിച്ചില്ലേലും അനിയൻ്റെ വായിൽ നിറയെ, അനിയത്തിയുടെ വായിൽ നിറയെ നമ്മൾ ഭക്ഷണം കൊടുത്ത് സ്നേഹിച്ചവരല്ലേ? അനിയൻ ആരെങ്കിലും പിടിച്ചിടിച്ചാൽ 4 ഇടി കിട്ടിയാലും പോയി പകരം ചോദിക്കാൻ, അവൻ്റെ കണ്ണീര് തുടയ്ക്കാൻ നമ്മൾ പോയിരുന്നവരല്ലേ? ഉപ്പും ചാക്കു ചുമന്ന് തടർന്ന് അവസാനം അവനെയും ചുമന്ന് നടന്നിരുന്നവരല്ലേ? എന്നാണ്, എപ്പോഴാണ് ഈ സഹോദരനൊക്കെ നമുക്ക് ശത്രുവാണെന്നൊക്കെ തോന്നി തുടങ്ങിയത്? അവൻ എൻ്റെ എല്ലാ എന്നൊക്കെ തോന്നി തുടങ്ങിയത്? ചിലപ്പോഴെങ്കിലും ഞാൻ വിചാരിക്കാറുണ്ട്, മറ്റമ്മമാരുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഭാര്യ എന്ന് പറയുന്ന, ഭർത്താവ് എന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ തുണയായി വരുമ്പോൾ നമുക്ക് തോന്നാറുണ്ടോ, എൻ്റെ രക്തബന്ധങ്ങളൊക്കെ രക്തബന്ധങ്ങളല്ല, അത് ശത്രുവാണെന്ന്? സ്നേഹബന്ധം നമ്മൾ ഉണ്ടാക്കുന്നതാണ്, രക്തബന്ധം ദൈവം തന്നതാണ്. ദൈവത്തിൻ്റെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നവരൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിലും കരുണയിലും വിള്ളലുണ്ടാക്കുന്നവരാണ് എന്ന് നമ്മൾക്കൊരു ബോധ്യം ഉണ്ടാകട്ടെ. സക്രിയായ്ക്കും എലിസബത്തിനും മക്കളുണ്ടായി എന്ന് കേട്ടപ്പോൾ അയൽവക്കക്കാരും ബന്ധുക്കളും സന്തോഷിച്ചു എന്ന്. 8-ാം ദിവസം അവർ ശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി എന്ന്. പ്രിയമുള്ളവരെ, ഇവരാണ് എല്ലാ കാര്യങ്ങളിലും അവരുടെ കൂടെ നിൽക്കുന്നത്. എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, കുട്ടിക്ക് എന്ത് പേരിടണം? യോഹന്നാൻ എന്ന്. അവർ ചെന്ന് സക്രിയായോട് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു യോഹന്നാൻ എന്ന്. പ്രിയമുള്ളവർ, അവരുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഓടി നടക്കുന്നത് ഈ അയൽവക്കക്കാരും ബന്ധുക്കളാണ്. അയൽവക്കങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന്, ബന്ധം എന്തായിരിക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സക്രിയായുടെയും എലിസബത്തിൻ്റെയും ബന്ധുക്കളെയും അയൽവക്കക്കാരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്ന. പ്രിയമുള്ളവരെ, അവർക്ക് മക്കളുണ്ടായപ്പോൾ ദേവാലയത്തിൽ 8-ാം നാൾ അവരാ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകുമ്പോൾ നന്ദി പറയാൻ അവരോടൊത്ത് പോകുന്ന ഈ കുടുംബം, അവരുടെ കുടുംബത്തിൽ മക്കളില്ലാതെ സങ്കടപ്പെട്ടപ്പോൾ കണ്ണീരിന് വേണ്ടി, ആ കണ്ണീർ ദൈവത്തിൻ്റെ മുമ്പിൽ വെക്കാൻ വേണ്ടി അവരുടെ കൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോയിരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങൾ കാണുമ്പോൾ ദുഃഖിക്കാനുള്ള ഒരു മനസ്സിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സന്തോഷം കാണുമ്പോൾ സന്തോഷിക്കാൻ നമുക്ക് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കാൻ സഹായകമായ, ഞാൻ ഒരിക്കൽ കൊച്ചുനാളിലെ വായിച്ചൊരു സംഭവ കഥ, ഇറ്റലിയിൽ നടന്നൊരു സംഭവമാണ്. പ്രിയമുള്ളവരെ, ഒരു ചേട്ടനും അനിയനും ഉണ്ടായിരുന്നു. അവരുടെ അപ്പനും അമ്മയ്ക്കും വളരെ പ്രായമായതിനു ശേഷം ഉണ്ടായ 2 മക്കൾ. ഇവരുടെ സ്നേഹം കണ്ട അപ്പനും അമ്മയും വിചാരിച്ചു, ദൈവമേ, ഇപ്പോൾ എന്തൊരു സ്നേഹമാണ്. ഇവർ വലുതായി മറ്റു കുടുംബങ്ങളിൽ നിന്ന് ഭാര്യമാർ വരുമ്പോൾ ഈ സ്നേഹം അപ്പോഴും ഇവർക്കുണ്ടാകുമോ, പിന്തുടരുമോ? ഇവരിതിനെക്കുറിച്ച് എന്നും ടെൻഷൻ അടിക്കും. ഒരു ദിവസം അവർ തീരുമാനിച്ചു, നമ്മളുള്ളപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാൻ നമ്മളുണ്ട്, പക്ഷേ ഇവർ ഒരുമിച്ച് മുന്നേറിയാൽ, മാറ്റാന്മാരുടെ കുടുംബത്തിൽ നിന്ന് ഭാര്യമാർ വന്നാൽ ചേട്ടത്തിമ്മയും അനിത്യമ്മയും കാരണം ഇവർ തമ്മിലടിച്ചാലോ,
അതുകൊണ്ട് അവർ കണ്ടൊരു സൊല്യൂഷൻ, നമ്മളിൽ ആരാണോ അവസാനം മരിക്കുന്നത് അന്ന് ചേട്ടനും അനിയനും അവരുടെ വിവാഹം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും 2 വീടുകളിലേക്ക് താമസം മാറ്റണം. 2 പേർക്കും ഒരേപോലെ പറമ്പ് ഭാഗം വെച്ച് ഒരേപോലത്തെ വീട് പണിത് അവരിട്ടിരുന്നു. അവസാനം മരിച്ചത് അമ്മയാണ്. അമ്മയുടെ മരണപത്രം വായിച്ചപ്പോഴാണ് അവർ കരഞ്ഞുപോയത്. കാരണം അന്ന് രാത്രി തന്നെ ചേട്ടനും അനിയനും 2 വീട്ടിലേക്ക് താമസം മാറ്റണം. ഇങ്ങനെ ചേട്ടൻ വിവാഹം കഴിഞ്ഞിരുന്നു, ഭാര്യയും മക്കളുമായി ഒരു വീട്ടിലേക്ക്. കണ്ണീരോടെ അനിയൻ വിവാഹം കഴിഞ്ഞിട്ടില്ല, മറ്റൊരു വീട്ടിലേക്ക്. ഇങ്ങനെ 2 പേരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകരാണ്. ആ വർഷത്തെ കൊയ്ത്തായി, കൊയ്ത്തുത്സവമായി, മെതി കഴിഞ്ഞു, കറ്റകളെല്ലാം കൂന കൂട്ടി, വൈക്കോൽ കൂന കൂട്ടി, നെല്ലെല്ലാം അറപ്പുരയിൽ സ്വരുക്കൂട്ടി. ചേട്ടൻ കിടന്നുറങ്ങാൻ വേണ്ടി കട്ടിലേക്ക് വന്നു. കുറേ ദിവസങ്ങളായി തുടങ്ങിയ ക്ലേശകരമായ ജോലിയാണ്. ഒന്ന് കിടന്നാൽ മതി ഉറങ്ങാൻ എന്ന് കരുതിയ ചെന്നത്. പക്ഷേ കിടന്നെങ്കിലും ഉറക്കം വരണില്ല. തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുവാണ്. അവൻ്റെ മനസ്സിലൊരു സങ്കടം. എൻ്റെ മനസ്സ് നിറയെ അനിയനെക്കുറിച്ചാണ്. അവൻ ചിന്തിച്ചു, പാവം അനിയൻ, അവൻ ഇത്തവണ കൊയ്ത്തിന് നല്ല വിളവ് കിട്ടിയാവോ അല്ലേലും അവൻ കൃഷിയുടെ കാര്യത്തിൽ മോശമാണ്. മാത്രമല്ല അവൻ ഒറ്റയ്ക്കല്ലേ, ആരും പറഞ്ഞു കേട്ടില്ലല്ലോ അവൻ്റെ വിളവിനെക്കുറിച്ച്. പാവം, അവന് ഇത്തവണ വിളവ് ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ ചേട്ടൻ എഴുന്നേറ്റ് അറപ്പുരയിൽ ചെന്ന് കിട്ടാവുന്നതിൽ വെച്ച് വലിയൊരു ചാക്കെടുത്ത് അതിൽ നിറയെ നെല്ല് കുത്തി നിറച്ച് ആക്കി കെട്ടി തലയിൽ വെച്ച് അനിയൻ്റെ വീട്ടിലേക്ക് യാത്രയാണ്. അനിയൻ്റെ വീട്ടിലും അന്ന് കൊയ്ത്തുത്സവമാണ്. കൊയ്ത്തുത്സവം കഴിഞ്ഞു. വൈക്കോലെല്ലാം കൂനുകൂട്ടി, നെല്ലെല്ലാം അറപ്പുരയിൽ സ്വരുക്കൂട്ടി. ദിവസങ്ങൾ നീണ്ട ക്ലേശകരമായ ജോലിയുടെ അവസാനം ആശ്വാസത്തോടെ ഒന്ന് കിടക്കാമെന്ന് കരുതി കട്ടിലിൽ വന്ന് കിടന്നു. പക്ഷെ ഉറക്കം കിട്ടണില്ല. അവൻ്റെ മനസ്സിൽ ചേട്ടനെക്കുറിച്ച് അവൻ വിചാരിച്ചു, പാവച്ചേട്ടൻ, ഇത്തവണ ചേട്ടന് വിളവ് കിട്ടിയോ ആവോ, അല്ലെങ്കിലും ചേട്ടന് ചേട്ടത്തിയമ്മയുടെ ഉണ്ണികളുടെയും കാര്യം നോക്കിയിട്ട് എവിടെയാ കൃഷി ചെയ്യാൻ സമയം, അല്ലെങ്കിലും ചേട്ടൻ കൃഷിയുടെ കാര്യത്തിൽ മോശമാണ്. പാവച്ചേട്ടൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ചേട്ടത്തിയമ്മയുടെയും മക്കളുടെയും കുറേയേറെ ആവശ്യങ്ങളുടെ മുമ്പിൽ ചേട്ടൻ ഏറെ നിസ്സഹായനാണ്. പാവം, അതിന് വിളവ് കിട്ടിയില്ല എന്ന് ചിന്തിച്ച് ഉറക്കം കിട്ടാതെ വന്നപ്പോൾ അനിയൻ എഴുന്നേറ്റ് അറപ്പുരയിൽ ചെന്നു. കിട്ടാവുന്നതിൽ വെച്ച് വലിയൊരു ചാക്കെടുത്ത് അതിൽ നിറയെ നെല്ല് കുത്തി നിറച്ചാക്കി കെട്ടി തലയിൽ വെച്ച് ചേട്ടൻ്റെ വീട് ലക്ഷ്യമാക്കി നടത്തുവാണ്. 2 ആളും ഒരേ റൂട്ടിലൂടെയാണ് വരുന്നത്. ചേട്ടൻ നോക്കുമ്പോഴുണ്ട് തൻ്റെ അനിയനെ പോലെ ഒരാൾ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അനിയൻ തന്നെ. ചേട്ടൻ വിളിച്ചു, മോനു, ഈ രാത്രിയിൽ ഈ മഞ്ഞത്ത് എൻ്റെ മോൻ ഒറ്റയ്ക്ക് ചാക്കും കെട്ടും വെച്ച് എങ്ങോട്ടാ പോകണത്? അനിയൻ ചോദിച്ചു. ചേട്ടൻ എങ്കടാ ഈ രാത്രിയിൽ ചാക്കും കെട്ട് വെച്ച് തലയിൽ വെച്ച് പോണത്? ചേട്ടൻ പറഞ്ഞു, മോനു, ചേട്ടൻ ഇത്തവണ ദൈവം കുറേ വിളവ് തന്നടാ. എനിക്കെന്തിനാടാ മോനു വിളവ്? എനിക്ക് നിന്നെക്കുറിച്ചാണ്. നീ ഇനിയും വിവാഹം കഴിഞ്ഞിട്ടില്ല, മക്കളായിട്ടില്ല, ആവശ്യങ്ങൾ ഇനിയും ഇരിക്കുന്നു. എൻ്റെ മോനു, നിനക്ക് എന്തോരം ആവശ്യങ്ങളാ. ചേട്ടനൊന്ന് വീണ് പോയാൽ ചേട്ടത്തെ വീണ്ടും മക്കളുണ്ട്. പക്ഷെ നിന്റെ കാര്യം അതാണോ? എൻ്റെ മോനു, നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് വലിയ വിഷമമാണ്. നീ വലിയ അഭിമാനിയല്ലേ. നിരച്ചുവ തന്നാ നീ ഒന്നും വാങ്ങത്തില്ല. അത് കാരണം നീ കാണാണ്ട് നിന്റെ അറപ്പുരയിൽ കുറച്ച് നെല്ല് കൊണ്ടുവന്നിടാമെന്ന് കരുതി ഞാൻ വരുമായിരുന്നു. മോനെങ്കടാ ഈ രാത്രിയിൽ പോണത്? അവൻ പറഞ്ഞു, ചേട്ടാ, എനിക്കും ദൈവം എന്തോരം നെല്ല ഇത്തവണ തന്നത്. ചേട്ടന് നെല്ല് കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം. ചേട്ടന് മക്കളുടെയും ഭാര്യയുടെയും കാര്യങ്ങൾ നോക്കിയിട്ട് എവിടെ കൃഷി ചെയ്യാൻ? എനിക്ക് ദൈവം കുറേ നെല്ല് തന്നു. എനിക്ക് എന്തിനാ ചേട്ടാ ഇത്രയ്ക്ക് നെല്ല്? ഞാനൊന്ന് വീണ് പോയാൽ ആരോടെങ്കിലും കണക്ക് പറയണു? എനിക്ക് ആരോട് കണക്ക് പറയണ്ട. ചേട്ടൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ചേട്ടനൊന്ന് വീണ് പോയ ചേട്ടത്തമ്മ ഉണ്ണികളും വഴിയാധാരാവില്ല. അവർക്ക് ആരാ പിന്നെ? അപ്പം ഞാൻ കരുതി എനിക്ക് നേരച്ചുവ തന്ന ചേട്ടനും വലിയ അഭിമാനിയാണ്, ഒന്നും വാങ്ങത്തില്ല. അത് കാരണം ചേട്ടൻ കാണാണ്ട് ചേട്ടൻ്റെ അറപ്പുരയിൽ അല്പം നെല്ല് കൊണ്ടുവന്നിടാമെന്ന് കരുതി ഞാൻ ട്രിപ്പ് അടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാ ചേട്ടനെ കണ്ടത്. 2 ആളും ചാക്കും കെട്ട് ഇറക്കി വെച്ച് കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് കരഞ്ഞു. പ്രിയമുള്ളവരെ, ആ പാടവരമ്പത്ത് ചേട്ടനും അനിയനും, ചേട്ടനെക്കുറിച്ച് കരുതലുള്ള അനിയൻ, അനിയനെക്കുറിച്ച് കരുതലുള്ള ചേട്ടൻ, 2 ആളും സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ച് സ്നേഹത്തിൽ ഒന്നായ ആ പാടവരമ്പ് നിന്ന സ്ഥലമാണ്. ഇറ്റലിയിലെ ആ ഗ്രാമത്തിൽ ഒരു ദേവാലയം പണിയാൻ അവർ ആലോചിച്ചപ്പോൾ ദേവാലയം പണിയാനായി ഏറ്റവും ഉചിതമായ സ്ഥലമായി അവർ കണ്ടുമുട്ടിയത്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആലയമായ സ്വർഗത്തിൻ്റെ പതിപ്പായ ദേവാലയം പണിയാൻ ഇതിനേക്കാൾ സുന്ദരമായ മറ്റൊരിടം നമുക്ക് കണ്ടെത്താനാകൂ. ചേട്ടനെക്കുറിച്ച് കരുതലുള്ള അനിയൻ,
അനിയനെക്കുറിച്ച് കരുതലുള്ള ചേട്ടൻ. പ്രിയമുള്ളവരെ, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൊതിയാകുന്നു. ഇങ്ങനെയുള്ള ചേട്ടന്മാരും അനിയന്മാരും ഇന്ന് കാലഹരണപ്പെട്ടു പോകുന്നു എന്നതല്ലേ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് അനിയനെക്കുറിച്ച് കരുതലുള്ള ചേട്ടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനിയന്മാർക്ക് വേണ്ടി കരുതലുള്ള ചേട്ടന്മാരും ചേട്ടന്മാർക്ക് വേണ്ടി കരുതലുള്ള അനിയന്മാരും നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയമാകട്ടെ. നമുക്ക് എന്തു പറ്റി? ഞാൻ ഈ അടുത്ത് ഡി അഡിഷൻ സെൻറ്റർ ഡയറക്ടർ എന്ന നിലയ്ക്ക് തൃശ്ശൂർ മാനസിക രോഗ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗമാണ് ഞാൻ. അവിടുത്തെ സൂപ്രണ്ട് മാനസിക രോഗം കൂടിയ കുറേ പേരുടെ സെല്ലുകളിലേക്ക് ഒന്ന് കാണിക്കാൻ, അവിടെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ കുറേ പേര് ചിരിക്കുന്നു, കുറേ പേര് കരയുന്നു. ഞാൻ ചോദിച്ചു, അവരെന്തിനാണ് കരയണത്? ഞാൻ ഡോക്ടറായിട്ടുള്ള സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, അതാണ് നമുക്ക് മനസ്സിലാക്കാനാകാത്തത്. ഇവർ ചിലപ്പോൾ സന്തോഷം വന്നാൽ കരയും, ചിരിക്കുന്നവർ ചിലപ്പോൾ സങ്കടം വന്നാൽ ഇവർ ചിരിക്കും. ഇപ്പോഴുള്ളവർ മുഴുവൻ മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണത്രേ സന്തോഷം വരുമ്പോൾ കരയുക, സങ്കടം വരുമ്പോൾ ചിരിക്കുക. ഇപ്പോഴുള്ളവരെ നമുക്കൊക്കെ മാനസിക രോഗം വന്നോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. കാരണം മനുഷ്യത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ മൃഗങ്ങളാണ്. ഇന്ന് നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ മക്കളായി സന്തതി പരമ്പരകളായി തല്ലുകൂടി വഴക്കുകൂടി നശിപ്പിച്ച് കളയേണ്ട സ്വത്തിനെ പ്രതി രക്തബന്ധങ്ങളിൽ വിള്ളലുണ്ടായി ഇന്ന് അവർ ശത്രുപക്ഷത്തും അവരെ സ്നേഹിക്കാനാകാത്ത അവസ്ഥയിലും കഴിയുമ്പോൾ എലിസബത്തിൻ്റെയും സക്രിയായുടെയും ജീവിതത്തിലെ സന്തോഷത്തിൽ അവരോടുകൂടെ സന്തോഷിച്ച ഈ അയൽവക്കക്കാരും ബന്ധുക്കളും നമ്മുടെ പാഠവും പാഠപുസ്തകവുമാകട്ടെ. ഇവരെ പോലെ സന്തോഷങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കാനുള്ള ഹൃദയം തരണേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ദുഃഖിക്കാനുള്ള മനസ്സ് തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ഒരു പച്ച മനുഷ്യനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൃഗത്തിൽ നിന്ന് എന്നെ മനുഷ്യത്വത്തിലേക്ക് ദൈവത്വത്തിലേക്ക് വഴി നടത്താൻ, ദൈവികമായി നോക്കിക്കാണാൻ കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ബന്ധങ്ങൾക്ക് വിലയിടിയുന്നൊരു ലോകത്തിൽ ബന്ധങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാം. ബന്ധങ്ങളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. സുഹൃത്ത് ബന്ധങ്ങൾ അത് വരികയും പോവുകയും ചെയ്യും. രക്തബന്ധം മരിക്കുവോളം, മരിച്ചതിന് ശേഷം സ്വർഗത്തോളം എന്നോടൊപ്പം സംവഹിക്കപ്പെടുന്നതാണ്. മരിച്ചു കഴിഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി തിരികൾ തെളിയിക്കാൻ, എന്നെ ഓർത്ത് കർമ്മങ്ങൾ ചെയ്യാൻ ദൈവം അവശേഷിപ്പിച്ചിട്ടുള്ളത് രക്തബന്ധങ്ങളെയല്ല. എൻ്റെ രക്തബന്ധങ്ങൾ എൻ്റെ ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും, സ്വത്തിനേക്കാളും, എൻ്റെ അസൂയകളെക്കാളും, എൻ്റെ പ്രതികാര ചിന്തകളേക്കാൾ വലുതായി രൂപാന്തരപ്പെടാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ബൈബിളിലെ പാഠപുസ്തകം പോലെ എൻ്റെ ജീവിതത്തെയും ഒരു പാഠപുസ്തകമായി എൻ്റെ സന്തതി പരമ്പരകൾക്ക് മാറാൻ കൃപയാകട്ടെ. ആമേൻ.